തൃശൂർ ചാലക്കുടി പോട്ടയിൽ വൻ ബാങ്ക് കൊള്ള. ജീവനക്കാരെ കത്തികാട്ടി ബന്ദികളാക്കി 15 ലക്ഷം രൂപ കവർന്നു. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലായിരുന്നു മോഷണം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം. സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് പൊടുന്നനെ ബാങ്കിലേക്ക് ഇരച്ചുകയറി. ഭക്ഷണ ഇടവേള ആയതിനാൽ ഭൂരിഭാഗം ജീവനക്കാരും ഭക്ഷണമുറിയിലായിരുന്നു. ബാങ്ക് മാനേജർ ഉൾപ്പെടെ 2 പേർ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ഇവരെ മോഷ്ടാവ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്കാക്കി വാതിൽ പുറത്തു നിന്നും പൂട്ടി. ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ മോഷ്ടാവ് കൗണ്ടർ പൊളിച്ച് പണം കവർന്നു. കൗണ്ടറിൽ 45 ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകളാണ് മോഷ്ടാവ് കവർന്നത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ്. ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന 47 ലക്ഷം ഓപ്പണായിട്ട് കാണാം, ബണ്ടിൽസ്. അതിൽ നിന്ന് 3 ബണ്ടിൽ മാത്രം എടുത്ത് ആണ് പോയിരിക്കുന്നത്. തൃശൂർ റൂറൽ SP ഉൾപ്പെടെയുള്ള വൻ പോലീസ് സംഘം ബാങ്കിലെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. മോഷ്ടാവ് ഹെൽമറ്റ് വെച്ച് കയ്യുറ ധരിച്ചതിനാൽ ജീവനക്കാർക്കും പോലീസിനും ആളെ തിരിച്ചറിയാനായിട്ടില്ല. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മോഷണശേഷം മോഷ്ടാവ് എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അയാളുടെ ഫേസ് ഇല്ല. അയാൾ ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം മലയാളികളല്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു പക്ഷേ മിസ്ലീഡിങ്ങും ആവാം. അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യമേ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് പോകുന്നതിനകത്ത് അർത്ഥമില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, ദേശീയപാത എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച ചാലക്കുടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബാങ്കിനെ കുറിച്ച് വ്യക്തമായ മുൻപരിചയമുള്ള വ്യക്തിയാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ചാലക്കുടിയിൽ നിന്ന് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.